ജ്യോതിയാണ് ഈശ്വരൻ, ജ്യോതിയാണ് 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 ഈശ്വരൻ. സ്നേഹമാണ് ഈശ്വരൻ, കരുണയാണ് ഈശ്വരൻ. സ്നേഹമാണ് കരുണയാണ് ജ്യോതിയാണ് ഈശ്വരൻ. നാദമാണ് ഈശ്വരൻ, താളമാണ് ഈശ്വരൻ. നാദമാണ് താളമാണ് ജ്യോതിയാണ് ഈശ്വരൻ. ജ്ഞാനമാണ് ഈശ്വരൻ, ബോധമാണ് ഈശ്വരൻ. ജ്ഞാനമാണ് ബോധമാണ് ജ്യോതിയാണ് ഈശ്വരൻ. ജ്യോതിയാണ് ഈശ്വരൻ, ജ്യോതിയാണ് ഈശ്വരൻ. ജ്യോതിയാണ് 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 ഈശ്വരൻ. പ്രാർത്ഥനയും കൂടി ചൊല്ലാം. കരുണാമയനാം സ്നേഹസ്വരൂപൻ, ജ്യോതിയായി വിശ്വം വിളങ്ങിടുന്നു. മണ്ണിലും വിണ്ണിലും ബ്രഹ്മാണ്ടത്തിലും ആത്മപ്രപഞ്ചമായി കാണിടുന്നു. കരുണാമയനാം സ്നേഹസ്വരൂപൻ, ജ്യോതിയായി വിശ്വം വിളങ്ങിടുന്നു. മണ്ണിലും വിണ്ണിലും ബ്രഹ്മാണ്ടത്തിലും ആത്മപ്രപഞ്ചമായി കാണിടുന്നു. നാദവും താളവും മേളവുമായെന്നെ നേരായ പാതയിൽ ആക്കേണമേ. ജ്ഞാനവും ബോധവും എന്നിൽ ഉണരുവാൻ ആനന്ദമൂർത്തി കനിയേണമേ. കാണാനും കേൾക്കാനും അറിയാനുമായെന്നെ പാകപ്പെടുത്തണേ പരമ്പൊരുളേ. സത്യവും ധർമ്മവും നീതിയും പാലിക്കാൻ എന്നുമെനിക്ക് കരുത്തേകണേ. സമ്പത്തും സമയവും പങ്കുവച്ചിടുവാൻ എന്നുമെനിക്ക് തുണയാകണേ. എൻ കർമ്മമൊക്കെയും ധർമ്മങ്ങളാകുവാൻ നന്മ വിതയ്ക്കുവാൻ തോന്നേണമേ. ഈ ധന്യഭൂമിയിൽ പൂജാതനായെന്നെ കർമ്മങ്ങൾ തീർക്കുവാൻ കനിയേണമേ. ഭൂലോകമാകെ ഒരാഘോഷമാക്കുവാൻ പ്രതിനിധിയായ മാനിക്കണേ. മണ്ണിലും വിണ്ണിലും ബ്രഹ്മാണ്ടത്തിലും ആത്മപ്രപഞ്ചമായി കാണിടുന്നു. നമുക്ക് കുറച്ച് ഔഷധ സസ്യങ്ങൾ ഇന്നൊരു ദിവസം ഔഷധ സസ്യങ്ങളെ പറ്റി പഠിക്കാം. ഔഷധ സസ്യം എന്ന് പറഞ്ഞാൽ എന്താ? ഔഷധ ഗുണമുള്ള സസ്യം. അതായത് ഔഷധ ഗുണമുള്ള ഒരു സസ്യമുണ്ട്, ഔഷധ ഗുണമില്ലാത്ത സസ്യമുണ്ട്, ഇല്ലേ? അതായത് എല്ലാ സസ്യങ്ങൾക്കും ഔഷധ ഗുണങ്ങളുണ്ട്. പിന്നെ എങ്ങനെയാണ് ഈ ഔഷധ സസ്യങ്ങളെന്നും പറഞ്ഞു വന്നത്? അതായത് എല്ലാ സസ്യങ്ങളും ഔഷധ സസ്യങ്ങളാണ്. പക്ഷെ നമ്മൾ ഒരു വിഭാഗത്തെ ഔഷധ സസ്യങ്ങൾ എന്ന് വിളിക്കാൻ കാരണമെന്ത്? അത് ഔഷധ സസ്യമാണല്ലോ. പക്ഷെ ഒരു വിഭാഗത്തിനെ മാത്രം ഔഷധ സസ്യങ്ങൾ എന്ന് വിളിക്കുകയും ബാക്കിയുള്ളവയെ ഔഷധ സസ്യങ്ങളല്ല എന്ന് കരുതുകയും ചെയ്യാൻ കാരണമെന്ത്? അതായത് നമുക്കറിയാം
എല്ലാ സസ്യങ്ങളും ഔഷധ സസ്യങ്ങളാണ്. എന്ന് പറഞ്ഞാൽ എല്ലാ സസ്യങ്ങളിലും ഔഷധ മൂല്യങ്ങളുണ്ട്, അതിന് യാതൊരു സംശയവുമില്ല. പക്ഷെ നമ്മൾ എന്താ ചെയ്തത്, കുറെ സസ്യങ്ങളെ ഔഷധ സസ്യങ്ങളെന്ന ഗണത്തിൽപ്പെടുത്തിയിരിക്കും. ഔഷധ മൂല്യങ്ങൾ കണ്ടെത്തിയവ, അതായത് ഈ ഔഷധ സസ്യങ്ങൾ എന്ന് പറയുന്നത് അതിലെ ഔഷധ മൂല്യങ്ങളെ നമ്മൾ തിരിച്ചറിഞ്ഞു എന്ന് മാത്രം. ബാക്കിയുള്ളത് ഔഷധ സസ്യങ്ങൾ തന്നെയാണ്, പക്ഷേ ഔഷധ മൂല്യം തിരിച്ചറിഞ്ഞിട്ടില്ല. എന്ന് പറഞ്ഞാൽ പഠിച്ചിട്ടില്ല, അത് പഠിച്ചിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. ബിലോ 10% സസ്യങ്ങളെ പറ്റി മാത്രമേ പഠനം നടന്നിട്ടുള്ളൂ. ആ വിഷമാണ്, പക്ഷെ അതിനും ഒരു ഔഷധ ഗുണം ഉണ്ടാകും. ഇപ്പൊ കാഞ്ഞിരം നമ്മൾ സ്ഫുടം ചെയ്ത് ഉപയോഗിക്കാറില്ലേ, പ്രോസസ്സ് ചെയ്ത് മെഡിസിനായിട്ട് ഉപയോഗിക്കാറില്ലേ? ഉപയോഗിക്കും. എന്തെല്ലാം വിഷ ചെടികളെ നമ്മൾ അതിനെ പാലില് വിഷം കളഞ്ഞെടുക്കുന്ന മെത്തഡോളജി ഉണ്ട്, എന്നിട്ട് അതിനെ ഔഷധമായിട്ട് ഉപയോഗിക്കും. അതായത് എല്ലാ സസ്യങ്ങളും ഔഷധ സസ്യങ്ങളാണ്, പക്ഷെ ചില സസ്യങ്ങളെ മാത്രം നമ്മൾ പറയാൻ കാരണം അത് തിരിച്ചറിഞ്ഞത് അത്രയേ ഉള്ളൂ എന്നാണ്. തിരിച്ചറിഞ്ഞത്. ഇനി നമുക്ക് അറിയേണ്ടത് എവിടെ നിന്നാണ് ഈ ഔഷധ മൂല്യങ്ങൾ സസ്യങ്ങൾക്ക് എത്തുന്നത്. സസ്യജാലങ്ങൾ ഏതൊക്കെ ഭാഗങ്ങൾ ഉപയോഗിക്കും നമ്മൾ ഔഷധമായിട്ട്? വേരുപയോഗിക്കും, തണ്ട് ഉപയോഗിക്കും, തൊലി ഉപയോഗിക്കും, ഇല ഉപയോഗിക്കും, പൂവ് ഉപയോഗിക്കും, കായ ഉപയോഗിക്കും. സസ്യങ്ങളുടെ എല്ലാ ഭാഗങ്ങളും നമ്മൾ ഔഷധത്തിനായിട്ട് ഉപയോഗിക്കാറുണ്ട്. സമൂലം എന്ന് പറഞ്ഞാൽ എല്ലാം, വേരും തലയും എല്ലാം ഉൾപ്പെടെ വരുമ്പോഴാണ് സമൂലം എന്ന് പറയുക. അപ്പൊ വേരിൽ ഗുണമുണ്ട്. ചില ഇപ്പൊ ദശമൂല കടുത്രയം കഷായം ആയുർവേദത്തിലുള്ളതാണ്. ദശമൂലങ്ങളാണ്, 10 മൂലങ്ങൾ എന്ന് പറഞ്ഞാൽ വേരുകൾ. 10 ഇനം സസ്യങ്ങളുടെ വേരുകൾ എടുത്ത് കഷായം വെച്ച് കുടിച്ചാൽ ചുമ പോകും. ചുമ പോകുമെന്ന് പണ്ടുള്ളവർ കണ്ടുപിടിച്ച് വെച്ചിരിക്കുന്നു. അപ്പോൾ നമുക്ക് എവിടുന്നാണ് ഈ സസ്യങ്ങളിൽ ഔഷധ മൂല്യം, എവിടുന്നൊക്കെ സസ്യങ്ങളിൽ ഔഷധ മൂല്യങ്ങൾ എത്തുന്നുണ്ട്? സൂര്യനിൽ നിന്ന് എടുത്തിട്ട് പ്രോസസ്സ് ചെയ്യുന്നുണ്ട്, അതൊരു വഴിയാണ്. മണ്ണിൽ നിന്ന് എടുക്കും, എല്ലായിടത്തും എടുക്കും. എടുത്തിട്ട് അത് ഔഷധങ്ങളാക്കി പ്രിപ്പയർ ചെയ്തെടുക്കുന്നു. അതായത് മണ്ണിലെ സാരാംശം ജലത്തിൽ ലയിച്ച് ചേരും. ജലം എടുക്കുന്ന സസ്യങ്ങളുടെ വേരുകളിൽ അതെത്തും, ഇല്ലേ? അപ്പൊ വേര് ഔഷധത്തിന് വേണ്ടി എടുക്കാം, വേരുകളിലെത്തും. അതായത് മണ്ണിൽ നിന്നും ലയിച്ച് ചേർന്നത് വേരിനെത്തും, വേരിൽ നിന്നും തണ്ടിലെത്തും, തടിയിലെത്തും. അതായത് തൊലിയെടുക്കും, കാതലെടുക്കും, എല്ലാ വഴിയിലും എടുക്കും. ഒരു സസ്യത്തിന്റെ എല്ലാ ഭാഗങ്ങളും നമ്മൾ ഔഷധത്തിനായിട്ട് ഉപയോഗിക്കും. തൊലിയെടുക്കും, കാതലെടുക്കും. കരിങ്ങാലി കാതൽ എന്തിനാ ഉപയോഗിക്കുക? കരിങ്ങാലി എന്ന മരത്തിന്റെ കാതൽ കുടിവെള്ളത്തിനായിട്ട്, രക്തം ശുദ്ധീകരിക്കാനായിട്ട് എടുക്കുന്ന സാധനമാണ്. എടുക്കും. അപ്പൊ വേരിലെത്തിയത് തണ്ടിലും തടിയിലും എത്തും, അത് ഇലകളിലെത്തും. അപ്പൊ ഇലയെ നമ്മൾ ഉപയോഗിക്കും. അത് തന്നെയാണ് പൂവിലെത്തുന്നത്. പൂവിലെ സാരാംശം മുഴുവൻ കായ്കളിലെത്തും. അതായത് മണ്ണിലെ സാരാംശം വേരിലെത്തും, വേരിൽ നിന്നും അത് തണ്ടിലും തടിയിലും എത്തും, തണ്ടിലും തടിയിൽ നിന്നും സാരാംശം ഇലയിലെത്തും, ഇലയിലെ സാരാംശം പൂവിലും, പൂവിൽ നിന്നും അത് കായിലുമെത്തും. ഇതിൽ ഏത് ഭാഗമായിരിക്കും മനുഷ്യന് ഏറ്റവും അനുയോജ്യം? ഫ്രൂട്ടല്ലേ? ഫ്രൂട്ടായിരിക്കില്ലേ? ചിലപ്പോൾ വേരിലുള്ള അത്രയും ഔഷധ മൂല്യങ്ങൾ കായിൽ കണ്ടില്ലെന്ന് വരും. പക്ഷെ മനുഷ്യ ശരീരത്തെ സംബന്ധിച്ചിടത്തോളം ഗുണകരമായത് ഏതായിരിക്കും? ഫ്രൂട്ട്. അതിൻ്റെ ഇല ഉപയോഗിക്കും, ഫ്രൂട്ടില്ല, ഇല ഉപയോഗിക്കും. അതെങ്ങനെ ഉപയോഗിക്കാം. നമ്മളതല്ല ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ജോലി.
ആയുർവേദത്തിനെ അപ്രസക്തമാക്കാൻ പോവുക. മനസ്സിലായില്ലേ? ഔഷധ സസ്യങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ ആയുർവേദം എന്ന് പറയുന്ന ചികിത്സാ ശാസ്ത്രത്തിലെ ഔഷധ സസ്യങ്ങളെ അപ്രസക്തമാക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ നമുക്കൊരു കാര്യം മനസ്സിലായി, വേരിൽ നിന്നും അത് തണ്ടിലും തടിയിലും, അവിടെ നിന്ന് ഇലയിൽ വന്നു, പൂവിൽ വന്നു, കായിൽ വന്നു. കായാണ് ഒരു സസ്യത്തെ സംബന്ധിച്ചിടത്തോളം ഫൈനൽ പ്രൊഡക്റ്റ്. ഫൈനൽ പ്രൊഡക്റ്റ് കായാണ്. ഇനിയിപ്പോൾ തുളസി കായില്ല, തുളസിയുടെ മൂല്യങ്ങൾ നമ്മൾ എടുത്തു. ഇനി വേറെ ഏതെങ്കിലും ഒരു മരത്തിൽ തുളസിയിലുള്ള ഔഷധ മൂല്യങ്ങളെല്ലാം ഉള്ള പഴം കാണില്ലേ? കാണില്ലേ? കാണാനുള്ള സാധ്യതയില്ലേ? ഉണ്ടെങ്കിൽ അതെടുത്താണ് കഴിക്കണത്, അത് തുളസിയുടെ ഇല എടുത്ത് കഴിക്കും? ഫ്രൂട്ടല്ലേ കഴിക്കണ്ടേ? അല്ലേ? കാരണം ഒരു ഇല ദഹിപ്പിക്കാനുള്ള ഒരു ഡൈജസ്റ്റീവ് സിസ്റ്റം മനുഷ്യനില്ല. ഒരു ഇല, ഒരു പച്ചലയോ പഴുത്തലയോ ഏതെങ്കിലും ഒരു ഇല ദഹിപ്പിക്കാനുള്ള ഒരു ഡൈജസ്റ്റീവ് സിസ്റ്റം നമുക്കില്ല. മൃഗങ്ങൾക്കതുണ്ട്. എങ്ങനെയാണ് അത് തിരിച്ചറിയുക? വീണ്ടരുമി, അതായത് കടിച്ച് തിന്ന് ആമാശയത്തിൽ കൊണ്ട് ശേഖരിച്ച് വെച്ചിട്ട് വീണ്ടും എടുത്ത് ചവച്ച് 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 കഴിക്കുന്ന ആ ഒരു സിസ്റ്റമുള്ള ജീവികൾക്ക് പച്ചലയാകാം. നമുക്ക് അങ്ങനത്തെ ഒരു സിസ്റ്റം ഇല്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് പാകപ്പെടുത്തിയ ഒരു ഫ്രൂട്ടായിരിക്കണം. അവിടെയാണ് നമ്മൾ ഇക്കോളജി തത്വം ഉപയോഗിച്ചിട്ട് ഒരു പുതിയ മെഡിസിനൽ പ്രോപ്പർട്ടി ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നത് സസ്യങ്ങളിൽ. നമുക്ക് കാര്യം മനസ്സിലായി? ഇല്ല. ഇലയുടെ രസം എന്ന് പറയുന്നത് ക്ലോറോഫില്ലാണ്. ഇലക്കറികൾ നമ്മൾ കഴിക്കുന്നില്ലേ? അത് പച്ചക്കാണോ കഴിക്കണത്? വേവിച്ച് കഴിക്കണം. എപ്പോഴാണ് വേവിച്ച് കഴിക്കണേ? എന്തുകൊണ്ടാണ് വേവിച്ച് കഴിക്കണേ? നേരിട്ട് ദഹിക്കാത്തത് കൊണ്ടാണ് നമ്മൾ വേവിച്ച് കഴിക്കുന്നത്. ഏത്? മല്ലിയിലയൊക്കെ ചെറിയ ഇല, അതായത് ചില ഇലകൾ നമുക്ക് ദഹിക്കും. ഏതിലയാണ് ദഹിക്കുക? തളിരിലകൾ ദഹിക്കും. തളിരിലകൾ ദഹിക്കും. തളിരില എന്ന് പറഞ്ഞാൽ അതായത് പച്ച നിറത്തിലേക്ക് പോകുന്നതിന് മുമ്പുള്ള ഇലകളും വളരെ ലോലമായ ഇലകളും ദഹിക്കും. അത് ദഹിക്കാൻ കാരണം എന്താ? ക്ലോറോഫിൽ ആയില്ല. അയ്യോ, അത് തന്നെയുമല്ല, കുരങ്ങായിരുന്നപ്പോഴേ നമ്മൾ തളിരില തിന്ന് ശീലിച്ചത് കൊണ്ട്, പണ്ട് കുരങ്ങായിരുന്നപ്പോ തളിരില തിന്നുമായിരുന്നു ഭക്ഷണം കിട്ടാൻ വരുമ്പോൾ. അപ്പൊ അതിപ്പോഴും നമ്മുടെ കയ്യിൽ ഈ സ്റ്റോക്ക് ഇരിപ്പുണ്ട്, ആ നോളജ്. അത് കാരണം നമുക്ക് കുറച്ച് തളിരില തിന്നാല് ദഹിക്കും. മരുന്നായിട്ട് യഥാർത്ഥത്തിൽ തിന്നേണ്ടത് എന്താ? ഫ്രൂട്ടാണ്. അങ്ങോട്ടാണ് നമ്മൾ എത്തപ്പെടാൻ പോണത്. അങ്ങോട്ട് എത്തണം. ആ ഫ്രൂട്ടിനകത്ത് എല്ലാ ഔഷധ മൂല്യങ്ങളും കയറ്റാൻ പഠിച്ചാൽ പോരെ? ഇപ്പൊ അകത്തി എന്ന് പറയുന്ന ചെടി, അകത്തി ചീര എന്ന് പറയുന്ന ചെടിയിൽ ഒരു ഔഷധ സസ്യമാണ്. എന്തുകൊണ്ട്? അതിനകത്ത് ഒരു ട്രേസ് എലമെന്റ് ഉണ്ട്. ഔഷധ മൂല്യം എന്ന് പറയുന്നത് അയോഡിൻ എന്ന് പറയുന്ന ഒരു ഔഷധ മൂല്യം അതിലുള്ളത് കൊണ്ട് അകത്തി ഔഷധ സസ്യമായി. ഇതേ അയോഡിൻ ഞാവൽപ്പഴത്തിലുണ്ടെന്ന് നമ്മൾ കണ്ടെത്തി. അപ്പോൾ അകത്തിയുടെ ഇല തിന്നണോ അതോ ഞാവൽപ്പഴം തിന്നണോ? ഞാവലുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഞാവൽ പൗഡർ ഇറക്കിയത്. ഞാവലിലുണ്ട്, ഞാവലിൽ അയോഡിൻ ഉണ്ട്. അപ്പോൾ സകല ഔഷധ മൂല്യങ്ങളും നമുക്ക് ഫ്രൂട്ടിലേക്ക് കൊണ്ട് എത്തിക്കണം. അതിനാണ് ഇന്ന് പഠിക്കുന്നത്. എങ്ങനെയൊക്കെ ആയിരുന്നു അവിടെ പാരമ്പര്യമായിട്ട് നമ്മൾ ആയുർവേദത്തെ ഉപയോഗിച്ചിരുന്നത്. അതേ തത്വം തന്നെയാണ് നമ്മൾ ഉപയോഗിക്കാൻ പോകുന്നത്. ഔഷധ മൂല്യങ്ങൾ കണ്ടെത്തി, ഇപ്പോൾ പൂവാങ്കുറുനിലയിലെ ഔഷധ മൂല്യം എന്താണെന്ന് കണ്ടെത്തിയിട്ട് ആ ഔഷധ മൂല്യമുള്ള ഫ്രൂട്ട് ഏതാണെന്ന് കണ്ടെത്തിയിട്ട് അത് നമ്മൾ പോപ്പുലറൈസ് ചെയ്യും. അതാണ് ആയുർവേദത്തിൻ്റെ അപ്ഗ്രഡേഷൻ. അല്ലാതെ കഷായം എടുത്ത് ഗുളിയാക്കുന്നതല്ല. ഇപ്പം എന്താ ചെയ്തത്? ആയുർവേദം കാലോചിതമായി വികസിപ്പിച്ചു എന്ന് പറഞ്ഞാൽ എന്താ ചെയ്യണേ?
പണ്ട് കാലത്ത് കഷായത്തിനുള്ള കുറിപ്പടിയേ തരുള്ളൂ വൈദ്യര്. കുറിപ്പടി തരും. ആ കുറിപ്പടി കൊണ്ടുപോയി പച്ചമരുന്ന് കടയിൽ കൊടുത്ത് വേരും ഇലയും തണ്ടും എല്ലാം കൂടി മേടിച്ചിട്ട് വന്ന് കഷായം വെച്ച് കുടിക്കണം. അത് ഒരു ദിവസം അല്ലെങ്കിൽ 2 ദിവസത്തേക്ക് വെക്കണം. എല്ലാ ദിവസവും ഇങ്ങനെ വെച്ച് കഴിക്കണം. അതിന് മനുഷ്യർക്ക് നേരെയില്ല. അപ്പം എന്ത് ചെയ്തു? കഷായമാക്കി, കഷായം കുപ്പിയിലാക്കി തന്നു. കുപ്പിയിലാക്കി തരുമ്പോൾ എന്ത് ചേർക്കണം? അതിനകത്ത് പ്രിസർവേറ്റീവ്സ് ചേർക്കണം. അതായത് ഒരു മരുന്നിനോടൊപ്പം അല്പം വിഷവും കൂടി ചേർത്തിട്ടാണ് നമുക്കിപ്പോൾ ആയുർവേദം തന്നിട്ടിരിക്കുന്നത്. ഇത് ആയുർവേദത്തിൻ്റെ അപ്ഗ്രഡേഷൻ ആണോ? മോശമാകല്ലേ ചെയ്ത്? ഇപ്പൊ പൗഡറാക്കി ഗുളികയ്ക്ക് കഷായം. അപ്പൊ ഇത് ഈ ആയുർവേദം എന്ന് പറയുന്ന വളരെ ഗഹനമായ ഒരു ശാസ്ത്രത്തിനെ നശിപ്പിക്കുകയല്ലേ ചെയ്തിട്ടിരിക്കുന്നത്. നശിപ്പിക്കുകയാണ് ചെയ്ത്. ആ അതെ, കഷായം കഴിക്കാൻ പറ്റില്ല. ഇപ്പം ആശുപത്രിയിൽ ലിവർ പ്രോബ്ലമായിട്ട് ചെന്ന് കഴിഞ്ഞാൽ ആദ്യം ചോദിക്കുന്നത് മദ്യം കഴിച്ചിട്ടുണ്ടോ? മദ്യം തൊട്ടിട്ടില്ല. ഉടൻ അടുത്ത ചോദ്യമാണ് കഷായം വല്ലതും കുടിക്കണുണ്ടോ? നിങ്ങൾ കഷായം വല്ലതും കുടിക്കണുണ്ടോ എന്നാണ് ചോദിക്കണേ. ആ, കഷായം കുടിക്കണുണ്ട്. ഏത് കഷായം? അവർ കുറിച്ച് ഫയലുണ്ടാക്കിക്കൊണ്ടിരിക്കുക. ആധുനിക ചികിത്സാശാസ്ത്രം വരും ഫയലുകൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഏതെല്ലാം കഷായം കുഴിച്ചിട്ടാണ് ലിവർ പോയിക്കൊണ്ടിരിക്കുന്നത് എന്നല്ല. ഇതിൻ്റെ കാരണം ഇതാണ്. കാരണം ഇതിനകത്ത് എന്തൊക്കെ ഉണ്ടെന്ന് പഠിക്കുന്നില്ല. അത് പ്രിസർവേറ്റീവ് ചേർത്ത് ഉണ്ടാക്കിക്കൊണ്ട് കൊടുത്തോണ്ടിരിക്കുന്നു. അതും ഏത് കുപ്പിയിലാണ് ഉണ്ടാക്കി വെക്കുക? പ്ലാസ്റ്റിക് കുപ്പിക്കകത്ത്. പണ്ട് കാലത്ത് ആയുർവേദം അഗ്നി പ്രധാനമാണ്. അഗ്നി, തീയ്, കഷായം ഉണ്ടാക്കുന്ന തീക്ക് പ്രാധാന്യമുണ്ട്. കൊതുമ്പ് കൊണ്ട് മാത്രം തിളപ്പിച്ച് വറ്റിച്ചെടുക്കേണ്ട കഷായങ്ങളുണ്ട്. പ്ലാവിൻ്റെ വിറക്, ആഞ്ഞിലിയുടെ വിറക്, ഇങ്ങനെ ഏത് വിറക് ഉപയോഗിക്കണം, ഏത് മരത്തിൻ്റെ വിറക് ഉപയോഗിക്കണമെന്നും നിഷ്കർഷിച്ചിരുന്ന ഒരു ശാസ്ത്രത്തെയാണ് ഈ പരുവത്തിൽ ഇപ്പം ഗ്യാസ് വെച്ചിട്ട് അതെ, സിദ്ധാശ്രമത്തിൽ അത് ചെയ്യുന്നുണ്ട്. സിദ്ധാശ്രമത്തിൽ ഇപ്പൊ ഉപയോഗിക്കുന്ന പാത്രം ഏതാണെന്നറിയോ? അലൂമിനിയം പാത്രം ഉപയോഗിക്കുന്നു. ആണോ? ഇനിയിപ്പൊ കുറച്ച് നാൾ കഴിയുമ്പോ എന്താവും ആ പാത്രം? ഉരുളിയാണ് ഉപയോഗിച്ചിട്ടിരുന്നത്. ഇപ്പൊ പതുക്കെ 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 അത് മുഴുവൻ അലൂമിനിയം, ഹിൻഡാലിയം ഇതുപോലത്തിലേക്ക് മാറി. ചെയ്യാനുള്ള കൺവീനിയൻസ് ആളുകൾ അങ്ങോട്ട് മാറി എന്ന് പറഞ്ഞാൽ ഒരു ശാസ്ത്രം തന്നെ നശിച്ചു പോകുക. അപ്പൊ അത് നശിച്ചു പോണതിന് മുമ്പ് അതിൻ്റെ ആയുർവേദം ചെയ്യേണ്ട ആളാണ് താമസിച്ചു വരുന്നത്. അപ്പൊ നമുക്ക് കുറച്ച് കാര്യങ്ങൾ ആയുർവേദത്തിൽ എങ്ങനെയൊക്കെ ആയിരുന്നു ചെയ്തിരുന്നത് എന്ന് നമ്മൾ നോക്കാം. ചില സസ്യങ്ങൾ നമ്മൾ ദശപുഷ്പങ്ങൾ എന്ന് പറയും. ദശപുഷ്പങ്ങൾ എന്ന് പറയുന്നത് എന്താ? ഏത് പുഷ്പങ്ങളാണ്? 10 പുഷ്പങ്ങളാണോ? 10 ഇലകളാണ്. 10 ഇനം ഇലകളാണ്, സസ്യങ്ങളുടെ ഇലകളാണ്. പിന്നെ അതിനെ പുഷ്പം എന്ന് വിളിക്കാൻ കാര്യം എന്താ? ദശപുഷ്പങ്ങൾ എന്ന് വിളിച്ചു. അപ്പൊ 10 പുഷ്പങ്ങൾ എന്ന് വിളിക്കാൻ കാര്യം എന്താ? അതായത് വേരിലായിരിക്കുമോ ഗുണം കൂടുതൽ? പുഷ്പത്തിലെത്തിയാൽ ഗുണമേന്മ കൂടിയതാണ്. പച്ചിലയാണത്, എടുക്കുന്നത് പച്ചിലയാണ്, പക്ഷെ ഗുണമേന്മ പുഷ്പത്തിന് തുല്യമായ ഗുണമേന്മ കിട്ടും. അപ്പോൾ പുഷ്പത്തിനേക്കാളും മേളിലല്ലേ, ഗുണമേന്മ കൂടിയതല്ലേ ഫ്രൂട്ട്? കോളേജിൽ പഠിക്കുമ്പോൾ ആയുർവേദത്തെ ഉടച്ചു വാർക്കണം. ആയുർവേദത്തെ ഉടച്ചു വാർത്ത് ഫ്രൂട്ടിലേക്ക് എത്തിക്കാനുള്ള വഴിയാണ് നമ്മൾ നോക്കണം. ഏത്
അതെ, അത് ഇലയാണ്. 10 ചെടികളുടെ ഇലയാണ് നമ്മൾ ഉപയോഗിക്കുക. പക്ഷേ അതിനെ പുഷ്പം എന്ന് വിളിക്കാൻ കാരണം എന്ത് എന്നാണ് ചോദിച്ചത്. അതായത് ഈ ഇല പുഷ്പത്തിന് തുല്യമാണ്, മൂല്യം കൂടുതലാണ്. പിടികിട്ടിയില്ലേ? പിടികിട്ടിയ സാധനം പിടികിട്ടിയില്ലേ? അതായത് ഒരു പൂക്കൾക്കാണ് ഇലയേക്കാളും ഗുണം കൂടുതൽ. ഗുണം കൂടുതലല്ല, ശരീരത്തിന് പിടിക്കാൻ നല്ലത് ഇലയേക്കാളും പൂക്കൾക്കാണ്. ഇന്നലെ ആസ്ട്രേലിയയിൽ ഇതിൽ ഒരൊറ്റ പ്രശ്നമാണ് വന്നത്. ആസ്ട്രേലിയക്ക് വേണ്ടി എടുത്ത ക്ലാസ്സിൽ അവർ പറഞ്ഞ് സ്ത്രീകളുടെ ഗർഭപാത്രം ശുദ്ധീകരിക്കാനുള്ള വഴിയുണ്ട്, അതുകൂടി പറയണമെന്ന് പറഞ്ഞു. ഇന്നലെ ഓരോ അവയവങ്ങൾ ശുദ്ധീകരിക്കുന്നതിനെ പറ്റിയായിരുന്നു ക്ലാസ്. സൈനസ്, ലങ്സ്, കിഡ്നി, ഇതെല്ലാം പറഞ്ഞ് ക്ലാസ് എടുത്ത് വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ലാസ്റ്റ് ചോദ്യം വന്നത് ഇതാണ്: സ്ത്രീകളുടെ യൂട്രസിൽ ഒരുപാട് കുഴപ്പങ്ങൾ കാണുന്നു, ഇത് ശുദ്ധീകരിക്കാൻ എന്താണ് വഴി എന്നുള്ളതാണ് ഒറ്റ ചോദ്യം. ഇന്നേവരെ ഞാൻ നേരിട്ടിട്ടില്ല ആ ചോദ്യം. അങ്ങനെ ഒരു ചോദ്യം നേരിട്ടിട്ടില്ല. അപ്പോൾ പുതിയതായിട്ടൊരു ചോദ്യം വന്നതാണ്. അപ്പം ഞാൻ പറഞ്ഞ് യൂട്രസ്, ബ്രസ്റ്റ്, സ്ത്രീകളുടെ ഈ അവയവങ്ങൾ 14-15 പ്രസവിക്കാൻ കപ്പാസിറ്റി ഉള്ളതാണ്. ഇപ്പം എത്രയുണ്ട്? 1 അല്ലെങ്കിൽ 2. കഴിഞ്ഞാൽ ഈ അവയവങ്ങൾ അവിടെ ഐഡിലാണ്. മനസ്സിലായി? ഒരു ആവശ്യമില്ലാത്ത അവയവമായിട്ട് ശരീരത്തിനകത്ത് ഇരിക്കുന്നു. നിങ്ങളുടെ ശരീരത്തിൽ ഒരുപാട് മാലിന്യങ്ങൾ അക്യൂമുലേറ്റ് ചെയ്തു, എവിടെ കൊണ്ട് ഡെപ്പോസിറ്റ് ചെയ്യും? ഉപയോഗിക്കാതിരിക്കുന്ന അവയവങ്ങൾ, ഉപയോഗശൂന്യമാണ് എന്ന് ബോഡി മനസ്സിലാക്കിയ അവയവങ്ങളിൽ കൊണ്ടുപോയി ഡെപ്പോസിറ്റ് ചെയ്യും. അപ്പം അതുകൊണ്ട് പുരുഷന്മാരെക്കാളും കൂടുതൽ ശരീരത്തിലെ മാലിന്യങ്ങൾ കളയേണ്ടത് സ്ത്രീകളാണ്. മനസ്സിലായില്ലേ? ശരീരം ശുദ്ധമാക്കി നിർത്തേണ്ടത് സ്ത്രീകളാണെന്ന് തിരിച്ചറിയണമെന്ന് പറഞ്ഞു. മതിയെ. ഇനി മരുന്ന് വേണോ? മരുന്ന് വേണം. അശോകത്തിൻ്റെ പൂക്കൾ എടുത്ത് പൊടിച്ച് എത്തിക്കാമെന്ന് ഞാൻ പറഞ്ഞു വെച്ചാണ് പോന്നിരിക്കുന്നത്. അശോകം, പൊന്നശോകം എന്ന് പറയുന്ന, അറിയില്ല? അശോകം മരമാണ്. തടിയേലാണ് പൂക്കൾ ഉണ്ടാകുക കൂടുതൽ. സീതയെ കൊണ്ടേ ഇരുത്തിയ അശോകവനത്തിലെ സീത. ചെത്തിയുടെ പൂ തന്നെ, ചെത്തിപ്പൂ തന്നെയാണ്. വലിയ മരമാണ്. അത് നിറച്ചു പൂവുണ്ടാകും. തടിയൽ മുഴുവൻ പൂവുണ്ടാകും. അടി മുതൽ കായും ഉണ്ടാവും. വലിയ കുരുവാണ്. വലിയ ഏത്? എൻ്റെ വീട്ടിലുണ്ട്. എത്ര തൈ വേണേലും തരാം. തൈ എത്ര വേണേലും തരാം. തരാം. തൈ പറിച്ചെടുക്കാൻ പറ്റില്ല. ചെടി ഇത്രയും പൊങ്ങിയിട്ടുള്ളെങ്കിൽ അതിന്റെ 2 ഇരട്ടി വേര് താഴോട്ട് പോയിട്ടുണ്ട്. എണ്ണ കാച്ചി അശോകാരിഷ്ടം, അതായത് ഗർഭസംബന്ധമായ, യൂട്രസ് സംബന്ധമായ ഇതിനെല്ലാത്തിനും കൊടുക്കുന്ന ആയുർവേദത്തിലെ മരുന്നാണ് അശോകാരിഷ്ടം. അപ്പൊ അശോകാരിഷ്ടത്തിന്റെ പൂവെടുത്ത് പൗഡറാക്കി നമുക്ക് തേനിൽ ചേർത്ത് കഴിക്കാം. വെള്ളത്തിലിട്ട് വെള്ളം തിളപ്പിച്ച് കുടിക്കുന്നുണ്ട്. അതിനേക്കാൾ നല്ലതാണ് കഴിക്കാം. അത് പൂവല്ലേ, കഴിക്കാം. ഇല ദഹിപ്പിക്കലെങ്കിലും പൂവ് ദഹിപ്പിക്കും. അല്ല, അശോക ചെത്തി എന്ന് പറഞ്ഞിട്ട് ചെറിയ ചെടിയുണ്ട്. പിന്നെ ചെത്തി തന്നെ ഒരുപാട് വർഗങ്ങളുണ്ട്. കാട്ടുചെത്തിയും അത് ഇതൊക്കെ. ഇത് മരമായിട്ട് പൊന്നശോകം എന്നാണ് അതിൻ്റെ പേര്. എല്ലാത്തിനും, അതായത് മെൻസസ് സംബന്ധമായ ഡിസോർഡറിന് മുഴുവൻ കൊടുക്കുന്നത് ഈ അശോകം. അപ്പൊ അശോകത്തിന്റെ പൂ പൊടിച്ച് പൗഡറാക്കി തരാൻ ആർക്കെങ്കിലും ഒരു തൊഴില്. അശോകത്തിന്റെ പൂവ് വീട്ടിലുണ്ട്. ഇനി പൂ ഒന്നും കളയരുത്. ഉണക്കി വെച്ചോളുക. തണലിൽ ഉണക്കി എടുക്കണം. അതിന്റെ ചുവപ്പ് കളയരുത്, ആ നിറം കളയരുത്. അകത്തിയുടെ ഇല പൊടിച്ചാണ് എടുക്കുന്നത്. ഇപ്പൊ നമ്മൾ അകത്തിയുടെ ഇലയാണ് പൊടിച്ചു കൊടുക്കുന്നത്. ഞാവല് നമുക്ക് ആവശ്യത്തിനായി കഴിഞ്ഞാൽ അകത്തിയെ തള്ളിക്കളയും. എല്ലാത്തിലും കാണും.
നമ്മളുടെ ഭാരതം എന്ന് പറയുന്നത് എന്തായിരുന്നു അതിന്റെ ബേസിക് സസ്യം എന്നറിയാം? ഭാരതം, ഈ ഭാരതം എന്ന് പറയുന്ന ഭൂഖണ്ഡം, ആർഷഭാരതം എന്ന് പറഞ്ഞത് ജംബുദ്വീപേ, ജംബുദ്വീപേ ഭാരതഖണ്ഡേ നേരോഹോ ദക്ഷിണായനെ. മനസ്സിലെ ഇന്ന നാളിൽ ജനിച്ചു, ഇന്ന നാളിൽ മരിച്ച ആളിന് പിണ്ടം നമാമി. ഇത് നമ്മൾ എല്ലാവരും ചെല്ലണതാണ്. അതായത് മരിച്ചുപോയ നമ്മളുടെ പിതൃക്കൾക്കൊക്കെ നമ്മൾ ബലിയിടുമ്പോൾ എല്ലാവരെയും കൊണ്ട് ചെല്ലിക്കുന്ന ഒരു സാധനമാണ് ജംബുദ്വീപ്. ഈ ജമ്പ് എന്ന് പറഞ്ഞാൽ എന്താ? ഞാവല. ജംബുദ്വീപ്, ജംബു എന്ന് പറഞ്ഞാൽ ഞാവലാണ്. അതുകൊണ്ട് ഞാവൽ എന്ന് പറഞ്ഞ മരവുമായിട്ട് നമുക്ക് ജനറ്റിക്കലി ബന്ധമുണ്ട്. മനസ്സിലായില്ലേ? ജനറ്റിക്കൽ കണക്ഷൻസ് നമുക്ക് ഉണ്ടാവാനുള്ള എല്ലാ സാധ്യതയുമുണ്ട് ഈ ഭാരതത്തിൽ. ഏത് ബലിയിടുമ്പോൾ നമ്മളെ കൊണ്ട് ഇങ്ങനെയാണ് പറയുന്നത്. നമുക്ക് എന്നാണെന്ന് അറിയാൻ പാടില്ല. നമ്മളും ബലിയിടുമ്പോ ജംബുദ്വീപ് ഭാരതഖണ്ഡേ ഭാരതവർഷേ ഇത്രാം തീയതി ജനിച്ചു, ഇത്രാം തീയതി ഇന്ന നാളിൽ ജനിച്ചു, ഇന്ന നാളിൽ മരിച്ച ഇന്ന ആളിന് എങ്ങനെ എന്നും പറഞ്ഞിട്ടാണ് ബലിയിടുന്നത്. വാവലൊന്നും തരുക ഒന്നും കൊണ്ടുവരില്ല. അത് വെറുതെ വൈറസ് എന്നാണെന്ന് പഠിച്ചില്ലേ ഇതുവരെ? ഇല്ലില്ല, വാവല ഒരു ചുക്കും ചെയ്യില്ല. ഏത്? തുണി കെട്ടി പിടിച്ചിട്ടുണ്ട്. വൈറസ് എന്ന് പറയുന്ന സാധനം ഈ ഭൂമിയിൽ ആദ്യമായി ജന്മമെടുത്ത ജീവിയാണ്. ജീവികളിൽ ഒരെണ്ണമാണ് വൈറസ്. അവർക്ക് സ്വയം ജനിക്കാൻ അറിയാം, വേഷം മാറാൻ അറിയാം, രൂപം മാറാൻ അറിയാവുന്ന ഒരു ജീവിയാണ്. നിങ്ങൾക്ക് വോൾക്കാനോയില്ലേ, അഗ്നിപർവ്വതത്തിന്റെ മുഖങ്ങളിൽ അവർക്ക് ജീവിക്കാം. അഗ്നിപർവ്വതമാണ്, അവിടെ എല്ലാവർക്കും ജീവിക്കാൻ പറ്റുമോ? പക്ഷേ ഈ വൈറസിന് ജീവിക്കാൻ പറ്റിയ വൈറസുകളുണ്ട്. മഞ്ഞുകട്ടയുടെ അടിയിൽ, മഞ്ഞ് മലയുടെ അടിയിൽ അവർക്ക് ജീവിക്കാം. കടലിന്റെ അടിത്തട്ടിൽ വെട്ടം ഇന്നേ വരെ ചെല്ലുന്നിട്ടില്ലാത്ത ഇടത്ത് ജീവിക്കാം. ഇങ്ങനെ എവിടെ വേണേലും ജീവിക്കാനും എവിടെ വേണേലും അനുകൂല സാഹചര്യമുള്ളപ്പോൾ ജന്മമെടുക്കാനും കഴിവുള്ള ജീവിയാണ് വൈറസ്. വൈറസ് ഒരിടത്തു നിന്ന് പറന്ന് വരണ്ട. എന്താണ് ഈ വൈറസിന്റെ ധർമ്മം? ഭൂമിയിലെ ധർമ്മം എന്താണ്? സൂക്ഷ്മജീവികൾ എന്ന് പറയുന്ന ബാക്ടീരിയ, ഫംഗസ്, വൈറസ്, പ്രോട്ടോസോവ, ഈ 4 വർഗത്തിൽപ്പെട്ട ചെറു ജീവികളെയാണ് രോഗാണുക്കൾ എന്ന് നമ്മൾ വിളിക്കുന്നത്. ഈ രോഗാണുക്കൾ എന്ന് വിളിക്കുന്ന ഈ സൂക്ഷ്മജീവികളുടെ ധർമ്മം എന്താണ്? ഭൂമിയിലെ ധർമ്മം എന്താണ്? ആ മാലിന്യങ്ങളെ ഉടച്ച് മണ്ണിന്റെ ഭാഗമാക്കി തീർക്കലാണ് അവരുടെ ജോലി. അവരുടെ ജോലി അതാണ്. അവർ വേറെ ഒന്നും ചെയ്യില്ല. മാലിന്യങ്ങൾ എവിടെ ഉണ്ടെങ്കിലും അതിനെ ഡീഗ്രേഡ് ചെയ്ത്, ഡീകമ്പോസ് ചെയ്ത് മണ്ണിന്റെ ഭാഗമാക്കി തീർത്ത് അടുത്ത ജീവികൾക്കും സസ്യങ്ങൾക്കുമായി കൊടുക്കുന്ന ജോലിയാണ് ഇവരുടേത്. അവരതേ ചെയ്യൂ. അവർ കൃത്യമായി അത് ചെയ്യുകയും ചെയ്യും. നമ്മുടെ ശരീരത്തിൽ മാലിന്യങ്ങൾ ഉണ്ടെങ്കിൽ ആര് വരും? വൈറസ് വരും. വൈറസ് വരുന്ന അല്ല, വൈറസ് വാവലെന്നല്ല വരണേ. അങ്ങനെയല്ലേ നമ്മളെ പേടിപ്പിക്കണേ? വാവല് തിന്നാല് വാവലിന്റെ ഉള്ളിൽ വൈറസ് കാണും. നമ്മുടെ ഉള്ളിലും വൈറസ് ഉണ്ട്. നമ്മുടെ ഉള്ളിൽ എല്ലാ സൂക്ഷ്മജീവികളുമുണ്ട്. സകല സൂക്ഷ്മജീവികളും നമ്മുടെ ഉള്ളിലുണ്ട്. ഈ പറയുന്ന എല്ലാ വൈറസുകളും, കോവിഡ് വൈറസ് നമ്മുടെ ഉള്ളിലുണ്ട്. പക്ഷെ അത് ഡോർമെന്റ് ആയി അവിടെ ഇരിക്കും. എപ്പോ? നമ്മള് ആരോഗ്യമുള്ള ആളായിരിക്കുമ്പോൾ, മാലിന്യമില്ലാത്ത അവസ്ഥയിൽ അവരവിടെ വെറുതെ ഇരുന്നോളൂ. നമ്മൾ മരിച്ചു, അവരെന്ത് ചെയ്യും? അവരങ്ങ് പെരുകിയിട്ട് നമ്മുടെ ശരീരത്തെ ഉടച്ച് മണ്ണിന്റെ ഭാഗമാക്കി തീർക്കും. അതിന് അവർ പുറത്തുനിന്ന് വരണ്ട.
നമ്മൾ വിചാരിച്ചത് ചൈനയിൽ നിന്ന് പ്ലെയിനിൽ കയറി വന്നെന്നാണ്. അതുകൊണ്ട് പ്ലെയിൻ എല്ലാം നിരോധിച്ച് ആളുകളെ തമ്മിൽ കാണാൻ പറ്റില്ല. ആരെങ്കിലും ഒരാൾ കോവിഡുകാരനെ കണ്ടിട്ടുണ്ടെങ്കിൽ അവൻ്റെ റൂട്ട് മാപ്പ് വരക്കലായിരുന്നു ഇവിടുത്തെ ഇവരുടെ ജോലി മുഴുവൻ, അല്ലേ? എല്ലാ ദിവസവും വൈകുന്നേരം റൂട്ട് മാപ്പ്. എന്നിട്ട് ഒരുത്തനെ ഓടിച്ചിട്ട് പിടിക്കണ ഞാൻ കണ്ടു ടി വിയിൽ. ഓടിച്ചിട്ട് പോലീസുകാരും നാട്ടുകാരൊക്കെ കൂടി ഓടിച്ചിട്ട് പിടിക്കുക, അവനെ കൊണ്ടുപോയി അവന് ഐസൊലേറ്റ് ചെയ്യണം. പൊട്ടത്തരം കുറെ ചെയ്തു. 2 വർഷവും ഞാൻ വെളിയിൽ പോയ ആളാണ് കോവിഡിന്റെ എല്ലാ ദിവസങ്ങളിലും. ആര് പിടിക്കാൻ? ആരുമില്ല റോഡിൽ, ഒരു മനുഷ്യനില്ല. പോലീസുകാർ ഉണരണതിന് മുമ്പ് ഞാൻ പോകും. പോലീസുകാർ 8 മണി കഴിഞ്ഞാൽ എല്ലാവരും പെരക്കകത്ത് കയറും. പോലീസുകാർക്കും പേടിയാണ്. വല്ലപ്പോഴും ഒരു പോലീസുകാരെ നിർത്തി ഞാൻ കടലാസ് എടുക്കാനായിട്ട് പോക്കറ്റ് എഴുതി വെക്കണമല്ലോ, അന്ന് നമ്മളെവിടെ പോയി എന്ന് റെക്കോർഡ് എഴുതി വെക്കണമെന്ന് പറഞ്ഞു. ഇത് എടുക്കാൻ നോക്കുമ്പോൾ പൊയ്ക്കോളാൻ പറയും. കാരണം അയാൾക്ക് പേടിയാണ്. അത് കാരണം എല്ലാ ദിവസവും കംപ്ലീറ്റ് 2 വർഷം ഞാൻ ട്രാവൽ ചെയ്തു. ഞാൻ വീട്ടിൽ നിന്ന് കല്ലറ വരെ പോകും. അന്നാണ് ഈ വാനപ്രസ്ഥം ഷൂട്ട് ചെയ്തത്. ഞങ്ങളുടെ ജോലി വാനപ്രസ്ഥം ഷൂട്ടിംഗ് ആയിരുന്നു ഈ 2 വർഷം. ചെല്ലും, ചില ദിവസം ഒരു ഷൂട്ടിങ് നടക്കില്ല, വർത്താനം പറഞ്ഞ് തിരിച്ചു പോരും. വെറുതെ വർത്താനം പറഞ്ഞിട്ടിരിക്കും. ഇങ്ങനെ സമയമുണ്ടല്ലോ, വേറെ ജോലിയൊന്നുമില്ല. ഇങ്ങനെ ആരോഗ്യമുള്ള മനുഷ്യരെ ഓടിച്ചിട്ട് പിടിച്ച് അവൻ്റെ ഉള്ളിൽ കയറി അവനെ രോഗിയാക്കി കൊന്ന് മണ്ണിന്റെ ഭാഗമാക്കി തീർക്കുന്ന ജോലി വൈറസിനില്ല. അവർ ചെയ്യില്ല. അത് അവരുടെ ജോലിയല്ലത്. നമ്മൾ വിചാരിക്കണ എന്താ, വൈറസ് ഇപ്പൊ നേരത്തെ പുള്ളിക്കാരത്തി വന്നില്ല, അല്ല ശാന്തി ഇല്ലായിരുന്നോ? ശാന്തി, ഈ ചിക്കൻ ബോക്സ് എന്ന് പറഞ്ഞ ഒരു വൈറസ് അല്ലേ? ശാന്തിയുടെ മേത്ത് ചിക്കൻ ബോക്സ് കയറിയോ? ഇന്നേവരെ കയറിയില്ലായിരുന്നു. ഇനി ചിലപ്പോൾ ഇടയ്ക്ക് കയറിയെന്ന് വരും. വൈറസ് പകരും. ആർക്ക്? നിങ്ങളുടെ ശരീരത്തിൽ മാലിന്യം ഒരാള് മറ്റൊരാളിൽ, ഇപ്പൊ ചിക്കൻ ബോക്സ് ഉള്ള ഒരാളിനെടുക്കുക ചെല്ലുകയാണെങ്കിൽ അത് കയറും. നിങ്ങളുടെ ശരീരത്തിൽ ഒരു മാലിന്യവും ഇല്ല, അവരത് കയറില്ല. ചിക്കൻ ബോക്സ് എന്ന് പറയുന്ന വൈറസ് അഴുകിയ പ്രോട്ടീനും ഫാറ്റും, അതായത് ശരീരം പൂർണ്ണമായും ഉപയോഗിക്കാതെ നമ്മുടെ ശരീരത്തിൽ കിടക്കുന്ന അഴുകിയ പ്രോട്ടീനെയും ഫാറ്റിനെയും പുറത്ത് കളയാൻ വേണ്ടി വരുന്ന വൈറസാണ്. അല്ലാതെ വേറെ ഒന്നുമല്ലത്. വൈറസ് നമ്മുടെ ആരോഗ്യമുള്ള ഒരു മനുഷ്യന്റെ മേത്തോട്ട് വൈറസ് കയറേണ്ട കാര്യമില്ല, അവർ കയറില്ല. ഭയപ്പെട്ടാലും കയറില്ല. എങ്ങനെ ഭയപ്പെട്ടാൽ കയറണേ? നിങ്ങളുടെ ശരീരം പെർഫെക്റ്റ് ആണെങ്കിൽ അവർ കയറില്ല. ഭയം വരുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ഹോർമോണൽ ചേഞ്ച് വരും, അസിഡിറ്റി വരും. അസിഡിറ്റി വരുമ്പം അസിഡിറ്റി ഒരു മാലിന്യമാണ്, രക്തത്തിന്റെ മാലിന്യമാണ് അസിഡിറ്റി. ആ അസിഡിറ്റി വരുമ്പോൾ അവർ കയറും. അതാണ് കയറണേ, ഭയപ്പെട്ടിട്ടല്ല. ഏത്? അതെ, കയറില്ല. മാലിന്യം ഉണ്ടാവരുത്. 4 കാര്യങ്ങളാണ് പഠിപ്പിച്ചിട്ടുള്ളത്. ഇതൊന്നും മറന്നു പോകരുത്. ശരീരത്തിനുള്ളിൽ മാലിന്യം ഉണ്ടാവരുത്, മനസ്സിന്റെ മാലിന്യം ഉണ്ടാവരുത്, പോഷണക്കുറവ് ഉണ്ടാവരുത്, പ്രതിരോധ ശക്തി കുറയരുത്. ഇതെല്ലാം കൂട്ടി നിർത്തണം. അതായത് ശരീരത്തിൽ മാലിന്യം ഉണ്ടെങ്കിലേ രോഗമുള്ളൂ, മനസ്സിന്റെ മാലിന്യമുണ്ടെങ്കിൽ രോഗം വരും, പോഷണക്കുറവുണ്ടെങ്കിൽ രോഗം വരും, ഇനി പ്രതിരോധ ശക്തി കുറഞ്ഞാൽ രോഗം വരും. അപ്പൊ രോഗം വരാതിരിക്കാൻ എന്ത് ചെയ്താൽ മതി? മാലിന്യ നിർമ്മാർജ്ജനം നടത്തണം. ആരുടെയൊക്കെ? ശരീരത്തിന്റെ മാലിന്യ നിർമ്മാർജ്ജനം, മനസ്സിന്റെ മാലിന്യ നിർമ്മാർജ്ജനം. ശരീരത്തിന് വേണ്ട പോഷണങ്ങളില്ലെങ്കിൽ പോഷണം കൊടുക്കണം, കൺസ്യൂം ചെയ്യണം. പ്രതിരോധ ശക്തിക്ക് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ കൊടുക്കണം. ഇതിനാണ് ഈ 19 നിലയുള്ള ആശുപത്രി പണിത് വെച്ചിട്ടുണ്ട്. ഇത്രമാത്രം കാശും കൊടുത്ത് നമ്മൾ ചികിത്സ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ശരിക്കും ആവശ്യമില്ല. മാലിന്യം കളയാൻ പഠിക്കണം. എന്തൊക്കെ പോഷണം ശരീരത്തിന് വേണമെന്നുള്ളത് പഠിക്കണം. ഒരു ചെമ്മീൻ കൃഷിക്കാരൻ അവൻ്റെ ജലാശയത്തിൻ്റെ വെള്ളം എല്ലാ ദിവസവും ടെസ്റ്റ് ട്യൂബിലെടുത്ത് നോക്കും.
pH എത്ര, pHന് 7 താഴെ പോയി കഴിഞ്ഞാൽ അന്ന് തന്നെ അവൻ എന്ത് ചെയ്യും? കുമ്മായം കലക്കിയിട്ട് ജലാശയത്തിന്റെ മേൽ വെതറി pH 7 നിലനിർത്തും. അല്ലെങ്കിൽ എന്ത് സംഭവിക്കും? ചെമ്മീൻ കൃഷിക്കാരനറിയാം. 3-ാം ദിവസം ചെമ്മീൻ മുഴുവൻ ജലാശയത്തിന്റെ മേൽപ്പരപ്പിൽ വന്ന് പമ്പി നടക്കും. വൈറസ് രോഗം വന്ന് കംപ്ലീറ്റ് ചത്തുപോകും. അപ്പോൾ വൈറസ് രോഗത്തിന്റെ കാരണം ആർക്കാ അറിയാവുന്നത്? ഡോക്ടർക്കാണോ ചെമ്മീൻ കൃഷിക്കാരനാണോ? ചെമ്മീൻ കൃഷിക്കാരന് കറക്റ്റായിട്ട് അറിയാം. ചെമ്മീൻ കൃഷിക്കാരനറിയാം, എടാ വെള്ളത്തിന്റെ pH താഴെ പോയി കഴിഞ്ഞാൽ വൈറസ് രോഗം വരും. നമ്മുടെ ബ്ലഡിന്റെ pH താഴെ പോയി കഴിഞ്ഞാൽ വൈറസ് രോഗം വരും. മജ്ജയുടെയും ബ്രെയിനിന്റെയും pH താഴെ പോയി കഴിഞ്ഞാൽ മസ്തിഷ്ക സംബന്ധമായ രോഗം വരും. അതിലൊന്നാണിത്, അല്ലേ? അതിന്റെ pH കറക്റ്റ് ചെയ്യാൻ എന്താ ഉപയോഗിക്കേണ്ടത്? അവക്കാഡോ. എന്തിനാ അവക്കാഡോ? ഒരു ഫാറ്റിന് മാത്രമേ മജ്ജയിലും ബ്രെയിനിലും എത്താൻ പറ്റൂ, വെള്ളത്തിന് എത്താൻ പറ്റില്ല. വാട്ടർ സോളുബിൾ ഫാറ്റ്. അവക്കാഡോയുടെ പ്രസക്തി അതാണ്. അത് വാട്ടർ സോളുബിൾ ആണ്, ഇൻവിസിബിൾ ഗണത്തിൽപ്പെട്ടതാണ്, pH ന്യൂട്രൽ ഫാറ്റ്. ഈ ഗുണങ്ങളുള്ളതാണ് അവക്കാഡോ. അതുകൊണ്ട് അവക്കാഡോ അതിപ്രധാനമാണ് മനുഷ്യ ശരീരത്തെ സംബന്ധിച്ച്. അവക്കാഡോ വാട്ടർ സോളുബിൾ. അവക്കാഡോ അത് വാട്ടർ സോളുബിൾ ഫാറ്റ്. മനുഷ്യ ശരീരത്തിന് വേണ്ടത് വാട്ടർ സോളുബിൾ ഫാറ്റാണ്. അല്ലാത്ത ഫാറ്റ് കഴിച്ചാലാണ് അക്യൂമുലേറ്റ് ചെയ്തിട്ട് ചിക്കൻ പോക്സ് പോലെയുള്ള വൈറസുകൾ വന്ന് പുറത്ത് കളയേണ്ടി വരിക. പിടികിട്ടില്ലേ? നമ്മൾ എണ്ണ പോലെയുള്ള, ഇപ്പൊ വെളിച്ചെണ്ണ ഒരു ഗ്ലാസ് വെള്ളത്തിലേക്ക് ഒഴിച്ചാൽ അത് പൊങ്ങിക്കിടക്കില്ലേ? വെള്ളത്തിൽ ലയിക്കില്ലല്ലോ. എന്നാൽ അവക്കാഡോയുടെ ഫാറ്റ് വെള്ളത്തിൽ ലയിക്കുന്നതാണ്. മനുഷ്യ ശരീരത്തെ സംബന്ധിച്ചിടത്തോളം 70% വെള്ളമാണ്. രക്തത്തിൽ 90% വെള്ളമാണ്. തലച്ചോറിൽ 95% വെള്ളമാണ്. അപ്പൊ തലച്ചോറ് സംബന്ധമായ എന്തിനും നമ്മൾ pH കറക്റ്റ് ചെയ്യണമെങ്കിൽ എന്ത് കൊടുക്കണം? അവക്കാഡോ കൊടുക്കണം. ഇപ്പൊ പിന്നെ ചില കുട്ടികൾക്ക് ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് വരുന്നു. അതുപോലെ തന്നെയാണ് കുട്ടികളുടെ ഇവർക്ക് ഫിറ്റ് വരുന്നു. നിരന്തരമായിട്ട് ഫിറ്റ് വരുന്നു. ഓട്ടിസം വരുന്നു. മന്ദബുദ്ധികളായിട്ടുള്ള കുട്ടികൾ വരുന്നു. ഇവർക്കൊക്കെ ആദ്യം ചെയ്യേണ്ടത് എന്താണ്? എൻ്റെ pH കറക്റ്റ് ചെയ്യണം. നമ്മളെന്താണ് ഈ അസുഖങ്ങൾക്ക് ആദ്യം കുക്കുംബർ ജ്യൂസ് കൊടുക്കുന്നത് എന്തിനാ? രക്തത്തിന്റെ pH കറക്റ്റ് ചെയ്യാൻ. രക്തത്തിന്റെ pH കറക്റ്റ് ചെയ്യാൻ വെള്ളം, കുക്കുംബറിന്റെ വെള്ളം കൊടുത്താൽ മതി. ബ്രെയിനിൻ്റെത് വന്നു കഴിഞ്ഞാൽ അവക്കാഡോ പോലെ അവക്കാഡോ കൊടുക്കണം. ട്യൂമർ ഒന്നും മാറുമെന്ന് വിചാരിക്കണില്ല. പിന്നെ ഒരു ട്യൂമർ വന്നാൽ മാറുമോ? ട്യൂമറിനെയും സിസ്റ്റിനെയും ഒന്നും പേടിക്കേണ്ട കാര്യമില്ല. ഒരു കാര്യം പേടിക്കണം, ഈ ട്യൂമറുകൾ ക്യാൻസറിലേക്ക് പോകാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. ട്യൂമർ അവിടെ ഇരുന്നാൽ കുറേ കാലം കഴിയുമ്പോൾ ചിലപ്പോൾ തന്നെ പോകും, അല്ലെങ്കിൽ അവിടെ സ്വസ്ഥമായിട്ട് അവർ ഇരുന്നോളും. ചില മുഴകൾ ഇവർ പരിശോധിച്ചിട്ട് പറയില്ലേ കുഴപ്പമൊന്നുമില്ല, അത് കുഴപ്പമില്ലാതെ അവിടെ ഇരിക്കും. വരില്ല. ഒരു ട്യൂമർ എന്ന് പറഞ്ഞാൽ എന്താ? ഒരു ട്യൂമർ അല്ലെങ്കിൽ ഒരു മുഴ എന്ന് പറഞ്ഞാൽ, ഒരു സിസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതൊരു അൺനാച്ചുറൽ ഗ്രോത്ത് ആണ്. അൺനാച്ചുറൽ ഗ്രോത്ത് വരാൻ കാരണം എന്താ? അൺനാച്ചുറൽ അന്നമാണ്. അപ്പൊ ഇതുപോലുള്ളതൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ, വരാതിരിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? 5 അന്നങ്ങളും വിധിച്ചതാക്കി മാറ്റുക എന്നുള്ളതാണ് സൊല്യൂഷൻ. ഇന്നല്ലെങ്കിൽ നാളെ ഈ ഭൂമിയിലുള്ള സകല മനുഷ്യരും ഈ വഴിക്ക് വരേണ്ടി വരും. എന്നാൽ ഇന്നല്ലെങ്കിൽ നാളെ ഇത് വരേണ്ടി വരും. ആദ്യമേ നമുക്ക് പോയിക്കൂടെ? എന്തിനാണ് എല്ലാവരും വരുന്നവർ കാത്തിരിക്കണേ? ഇന്നല്ലെങ്കിൽ നാളെ വരേണ്ടി വരും. കാരണം ഇത് പ്രകൃതിയുടെ നിയമമാണ്, അത് അലംഘനീയമാണ്. ആർക്കും തിരുത്താൻ പറ്റുന്ന ഒന്നല്ല. സനാതനമായ ഒരു നിയമത്തിൻ്റെ അടിസ്ഥാനമാണ് നമ്മൾ പറയുന്നത്. ആ നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ന് നിങ്ങൾക്ക് ലഭ്യമാണോ അല്ലയോ, ചെയ്യാൻ പറ്റുമോ ഇല്ലയെന്നൊന്നും അവിടെ നോട്ടയില്ല. അത് ആക്കിയെടുക്കേണ്ട ജോലി
ആ സാഹചര്യം ക്രിയേറ്റ് ചെയ്തെടുക്കേണ്ട ജോലി നമ്മളുടേതാണ്. ചുറ്റുപാടുകളെ നമുക്ക് വേണ്ടിയിട്ട് ചിട്ടപ്പെടുത്തി എടുക്കേണ്ട ജോലി നമ്മളുടേതാണ്. അത് നമ്മൾ ചെയ്യാതിരുന്നിട്ട് ഇന്ന് മാർക്കറ്റിൽ കിട്ടാനില്ല എന്ന് പറഞ്ഞിട്ട് എല്ലാ കാര്യമുണ്ടോ? ഇന്ന് എല്ലാവരും ഈ ഭൂമിയിലുള്ള സകല മനുഷ്യരും ഒരു ദിവസം ഒരു അവക്കാഡോ കഴിക്കുന്നു. ആ കുരു കൊണ്ടുപോയി എല്ലാവരും കുഴിച്ചിടുന്നു, അനുയോജ്യമായ സ്ഥലത്ത് കുഴിച്ചിടുന്നു. എത്ര അവക്കാഡോ ഈ ഭൂമിയിൽ ഒറ്റ ദിവസം കൊണ്ടുണ്ടാകും? ഇതിങ്ങനെ എല്ലാ ദിവസവും ചെയ്തു വന്നാലോ? ആഫ്രിക്കയിലുണ്ട്, ആഫ്രിക്കയിലുണ്ട്. അപ്പൊ ആഫ്രിക്കയിൽ നിന്ന് നമുക്ക് അതിനെ കടത്തണം. അതെ, അതിന്റെ പൾപ്പ് എടുത്തിട്ട് അത് പൾപ്പും കൊണ്ട് ഇങ്ങോട്ട് വരണ്ട. നിങ്ങൾ അവിടെ പോയിട്ട് ആഫ്രിക്കയിൽ പോയിട്ട് അവിടുത്തെ പൾപ്പുകൾ, അവക്കാഡോയുടെ പൾപ്പുകൾ ശേഖരിക്കുക, ഫെർമെന്റ് ചെയ്ത് അതിന്റെ ഫാറ്റ് വേർതിരിക്കുക. ഉണക്കിയോ എടുക്കാനും പറ്റില്ല, അത് ഫെർമെന്റ് ചെയ്യാം. ഇപ്പൊ തേങ്ങാപ്പാൽ എടുത്തിട്ട് അതിനകത്ത് ഒരു എണ്ണം ബാക്ടീരിയ അങ്ങോട്ട് ആഡ് ചെയ്യാമെങ്കിൽ അത് ഫെർമെന്റ് ചെയ്യിച്ചിട്ട് വെളിച്ചെണ്ണ മേളിൽ തെളിച്ചു തരും. അത് കൊണ്ടുപോയി വെയിലത്ത് വെച്ച് ഉണക്കി എടുത്താൽ ഒന്നാം തരം സൂപ്പർ വെളിച്ചെണ്ണയായി. ഇതും ഫാറ്റല്ലേ? ഇതേമാതിരി ഫെർമെന്റ് ചെയ്യിച്ചെടുക്കാനുള്ള സംവിധാനം കണ്ടുപിടിക്കണം. ഇപ്പൊ ഇന്നലെ ഞാൻ പറഞ്ഞായിരുന്നു, ഇന്നലെ മിനിഞ്ഞാന്നോ ഒരു MSc കെമിസ്ട്രി പെണ്ണ് വീട്ടിൽ വന്നു. അവരൊരു വളം ഉണ്ടാക്കിയിട്ടുണ്ട്, കൊണ്ടുവന്ന് തന്നിട്ടുണ്ട്. ചെയ്യാമെങ്കിൽ ചെയ്തോണം, മാർക്കറ്റ് ചെയ്യാമെങ്കിൽ ചെയ്തോണം, ചെയ്തു കൊടുക്കണം. അത് കാരണം അതിൻ്റെ pH 9.1 pH. കക്കാപ്പൊടി ചേർത്തിട്ട് പോലും ഇല്ല. അവിടെ പന്നി ഫാമുണ്ട്, കോഴി ഫാമുണ്ട്, പശുവിൻ്റെ ഫാമുണ്ട്. ഇതെല്ലാം ഇതിൻ്റെ സ്ലോട്ടർ വേസ്റ്റ് ഉണ്ട്. ഇതെല്ലാം ആ കുട്ടി തന്നെ MSc കെമിസ്ട്രി ആയതുകൊണ്ട് ആ കുട്ടി തന്നെ ഒരു ബാക്ടീരിയ ഡെവലപ്പ് ചെയ്തെടുത്ത് മണമില്ലാത്ത വിധം കമ്പോസ്റ്റ് ആക്കി മാർക്കറ്റിൽ ഇറക്കാൻ തയ്യാറായി കഴിഞ്ഞു. പിടിയിട്ടില്ലേ? ഒന്നാം തരം വളമാക്കി അതിനെ മാറ്റി. നമ്മൾ പറയുന്ന കാര്യങ്ങൾ, ഞാൻ പറഞ്ഞു എനിക്കൊരു സൂപ്പർ സോയിൽ വേണം, ചെയ്തു തരാമോ? ചെയ്തു തരാം, സമ്മതിച്ചിരിക്കും. ആ പെണ്ണ് സമ്മതിച്ചിരിക്കുകയാണ്. MSc കെമിസ്ട്രി പെണ്ണ് വായസ്റ്റ് മാനേജ്മെന്റിന് തയ്യാറായി വന്നിരിക്കുന്നു. സ്വന്തമായി ഒരു ബാക്ടീരിയ വികസിപ്പിച്ചെടുത്ത് മണമില്ലാത്ത വിധത്തിലാക്കി, ഒരു മണമില്ല ഇല്ലാത്ത വിധത്തിൽ ആക്കിയിരിക്കുന്നു. വന്നിട്ടുണ്ടായിരുന്നു. സൂപ്പർ സോയിൽ വേണം. അവർക്ക് ആർക്കും സൂപ്പർ സോയിൽ കയറ്റാൻ പറ്റില്ല, നിങ്ങൾക്ക് കയറ്റാൻ പറ്റും. കാരണം നമ്മളുടെ സൂപ്പർ സോയിൽ എന്ന് പറഞ്ഞാൽ കടലിലെ 5 സാധനങ്ങളും ചേർന്നതായിരിക്കണം. അതായത് കടൽ വെള്ളം അതിന് ചേർത്തിരിക്കണം, കടൽ വെള്ളം ചേർത്തിരിക്കണം, കടൽ ചെളി അതിനകത്ത് ചേർത്തിരിക്കണം, കടൽ പായൽ അതിനകത്ത് ചേർത്തിരിക്കണം, കടൽ കക്ക പൊടിച്ചത് അതിനകത്ത് ചേർത്തിരിക്കണം, കടൽ മീനിന്റെ വേസ്റ്റ് അതിനകത്ത് ചേർത്തിരിക്കണം. ഇത്രയും സാധനങ്ങൾ ചേർക്കാതെ സൂപ്പർ സോയിൽ എന്ന് അതിനെ വിളിക്കരുത്. സൂപ്പർ സോയിൽ എന്ന് വിളിച്ചിട്ടുണ്ടെങ്കിൽ സൂപ്പർ സോയിൽ എന്താണെന്ന് അറിയാൻ പാടില്ലാത്തോട്ട് വിളിച്ചതാണ്. മനസ്സിലായില്ല? അതേമാതിരി തന്നെയാണ് പിണ്ണാക്കുകളുടെ വൈവിധ്യം പരമാവധി അതിനകത്തോട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യണം. ജീവികളുടെ വൈവിധ്യം, വേസ്റ്റ് പരമാവധി അതിനകത്ത് കയറണം. അങ്ങനെ സൂപ്പർ സോയിലായിരിക്കും അത്. അങ്ങനത്തെ ഒരു സൂപ്പർ സോയിൽ നിങ്ങൾ ഇറക്കുക. എന്നിട്ട് അവർ ടെസ്റ്റ് ചെയ്യട്ടെ, ടെസ്റ്റ് ചെയ്ത് നോക്കട്ടെ, നമ്മുടെ ആയിട്ട് കോമ്പീറ്റ് ചെയ്ത് നോക്കാം. നമ്മളുണ്ടാക്കാന്ന് പറയാം. ഈ പെണ്ണിനെ കൂട്ടുപിടിച്ചിട്ട് 10-20 ഏക്കർ ഉണ്ട് അവർക്ക്. കൂട്ടുപിടിച്ചിട്ട് അവിടെ നമുക്കൊരു ഈ ഭൂമിയിൽ ഒരാൾക്കും ഇക്കോളജി പഠിക്കാത്ത ഒരാൾക്കും സൂപ്പർ സോയിൽ ഉണ്ടാക്കാൻ പറ്റില്ല. എനിക്ക് നല്ല വ്യക്തമാണ്, സൂപ്പർ സോയിൽ ഉണ്ടാക്കാൻ പറ്റില്ല. ഇക്കോളജി പഠിച്ച ഒരാൾ ഒരു സൂപ്പർ സോയിൽ ഉണ്ടാക്കുകയും വേറെയുള്ള കെമിസ്ട്രി ഇതെല്ലാം പഠിച്ചു ഒരാൾ സൂപ്പർ സോയിൽ ഉണ്ടാക്കുന്നത് തമ്മിൽ എൻ്റർലി ഡിഫറൻ്റ് ആയിരിക്കും. അപ്പം നമുക്കുണ്ടാക്കാം. അത് അവരുമായിട്ട് സംസാരിക്കാം. ഞാൻ ചെല്ലാന്ന് പറഞ്ഞിരിക്കുകയാണ്. ആ പെണ്ണ് കാർ ഓടിക്കും, ബസ് ഓടിക്കും, ലോറി ഓടിക്കും, ടിപ്പർ ഓടിക്കും, എല്ലാം ഓടിക്കും. അത് സ്വന്തമായിട്ടുണ്ട് താൻ. അപ്പം ഉമിക്കരി എടുത്ത് ചെയ്യണ കാര്യം പറഞ്ഞപ്പോൾ ഞാൻ പോയി എടുത്തോണ്ട് വന്നോളാന്നാണ് പറഞ്ഞത്. ടിപ്പറയിൽ, സ്വന്തം ടിപ്പറയിൽ
ഞാൻ പോയി എടുത്തിട്ട് വന്നോളാം, ചെലവ് കുറഞ്ഞിരിക്കണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഞാൻ തന്നെ പോയി എടുത്തിട്ട് വരാം. അത്രയ്ക്ക് ധൈര്യമുള്ളൊരു പെണ്ണാണ്.